അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു വിഷയം, ഭാര്യമാരുടെ വല്ലാത്തൊരു വിഷമമാണ്. ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല, ഭർത്താവ് ചെലവിന് തരുന്നില്ല, മക്കൾക്ക് ചെലവിന് തരുന്നില്ല, മക്കളെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്നെ ഫോൺ ചെയ്യുന്നില്ല, ഭാര്യ കുട്ടികളെ ഫോൺ ചെയ്യുന്നില്ല, അവരെ അന്വേഷിക്കുന്നില്ല, വീഡിയോ കോൾ ചെയ്യുന്നില്ല. ഇങ്ങനെ നൂറുകണക്കിന് പരാതികൾ പറയുന്ന ഒരു സമയമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെലവിന് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു പുരുഷൻ അല്ല, അല്ലെങ്കിൽ ഒരു ആണ് അല്ല എന്നതിൻ്റെ ഒരു തെളിവിലേക്കാണ് അത് പോകുന്നത്. കാരണം അവർ ഇറങ്ങി വന്നത് നമ്മൾ ഭക്ഷണം കൊടുക്കും എന്ന ഒരു വിശ്വാസത്തിലാണ്. അവർ താമസിക്കുന്ന, ഒരു പക്ഷേ അവരുടെ വീട്ടിലോ നമ്മുടെ വീട്ടിലോ ആയിരിക്കില്ല ഒരു പക്ഷേ താമസിക്കുന്നത്. ഇനി ആണെങ്കിൽ പോലും നമ്മളുടെ ഒരു പങ്ക് ആയിരിക്കണം അവർ ഭക്ഷിക്കേണ്ടത് എന്നത് വലിയൊരു കടമയാണ്. രണ്ടാമത്തത്, ഈ രണ്ട് വീടുകളും അല്ലാത്ത വീടുകളിലാണ് സ്വന്തമായി വീടുണ്ടാക്കി താമസിക്കുക, അല്ലെങ്കിൽ വാടകയ്ക്ക്, അല്ലെങ്കിൽ വല്ല ഈ പറഞ്ഞ കണക്ക് ഫ്ലാറ്റുകളിലോ കോളനികളിലോ എവിടെയായാലും. അപ്പം അങ്ങനെ താമസിക്കുന്ന ഒരവസ്ഥയിൽ ഭർത്താവ് അവിടെ ചിലവിന് കൊടുക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭാര്യയും അല്ലെങ്കിൽ മക്കളും ഒരു പക്ഷേ ആ വീടിൻ്റെ അയൽവാസികളുടെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന ഒരു ഗതികേടിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഭർത്താവ് ആ ഭാര്യയെയും മക്കളെയും ഭിക്ഷക്കാരാക്കി മാറ്റി എന്നാണ്. കാരണം അദ്ദേഹത്തിന് വിശ്വസിച്ച് ഭക്ഷണം കിട്ടും, വസ്ത്രം കിട്ടും എന്ന വിശ്വാസത്തോടു കൂടിയാണല്ലോ ഇറങ്ങി ചെന്നത്. അപ്പോൾ അത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നന്ദികേടാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. പുരുഷൻ എന്ന കാറ്റഗറിയിൽ നിന്നും ഒരു ആണ് എന്ന കാറ്റഗറിയിൽ നിന്നും അദ്ദേഹം ഒന്നാമതായി പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു. ഇനി കോടികളിൽ എവിടെ ചെലവാക്കിയാലും, അദ്ദേഹം ആർക്ക് ചെലവാക്കിയാലും, ഏതെല്ലാം വഴിയിൽ കൊടുത്താലും, എവിടെയെല്ലാം സംഭാവന കൊടുത്താലും ഒന്നും ഈ ആണത്വം എന്ന് തിരിച്ചു കിട്ടൂല. ആണത്വം എന്ന് തിരിച്ചു കിട്ടുന്നതിൻ്റെ മർമ്മപ്രധാനമായ ഒരു വിഷയം, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, പാർപ്പിടം. ഇത് വലിയൊരു ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്ത് ചിലവുകളും. സ്വർണമെടുക്കലായാലും, കല്യാണത്തിന് പുടവെടുക്കലായാലും, കല്യാണത്തിന് അവിടെ കൊണ്ട് സംഭാവന കൊടുക്കലായാലും, അങ്ങനെ ഏത് വിഷയവും ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അന്നം മുട്ടില്ലാതെ കുടുംബത്തിനെ പോറ്റാൻ കഴിയുക എന്നത് ഒരു ആണിൻ്റെ ഒന്നാമത്തെ പ്ലസ് പോയിന്റാണ്. ഇവിടെ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഭർത്താവ് രഹസ്യമായി ചിലവിന് കൊടുക്കുന്ന ചില വിഷയങ്ങളാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മളോട് ഈ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ പറയുന്ന ഒരു വിഷയം, ഞങ്ങൾക്ക് ചിലവിന് തരുന്നില്ല, മക്കൾക്കും ചിലവിന് തരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേറെ ആർക്കും കൊടുക്കില്ല എന്നല്ല, ചിലവിന് കൊടുക്കുന്ന സ്വഭാവം ഇല്ലാത്ത ആൾ എന്നല്ല, മറ്റെവിടെയോ ചിലവിന് കൊടുക്കുന്നുണ്ടാകാം. അതും ഒരു പരിധി വരെ ഈ നിലവിലുള്ള ഭാര്യയും മക്കളും കണ്ടുപിടിച്ചിട്ടും ഉണ്ട്. അപ്പോൾ മറ്റൊരിടത്ത് കൊണ്ടുപോയി ചിലവിന് കൊടുക്കുമ്പോൾ ആ ചിലവിന് കൊടുക്കലിന് ഒരു കൂലിയും കിട്ടൂല. അങ്ങനെ ഏതെങ്കിലും പുരുഷന്മാർ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാതെ മറ്റൊരിടത്ത് ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ ആ കൊടുക്കുന്ന ഭക്ഷണം ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് അതിന് കൂലി കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അത് മറ്റൊന്നിനെ വിശപ്പിലാക്കിക്കൊണ്ട് പട്ടിണിക്കിട്ടുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പം ഇങ്ങനെ മറ്റൊരു സ്ത്രീക്ക് നമ്മുടെ ഭർത്താവ് ചിലവിന് കൊടുക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് നമുക്കും നമ്മുടെ മക്കൾക്കും ചിലവിന് തരാതിരിക്കുക. പിന്നെ ഈ ചിലവിന് തരാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമപരമായ അതിൻ്റെ മറ്റു കാരണം കൂടി നാം പഠിക്കണം. ചിലവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞതിൽ അത് കൊടുത്തില്ല, എല്ലാം ആ കാറ്റഗറിയിലാണെന്ന് വരുത്തി തീർക്കരുത്. അതിൻ്റെ പിന്നിലുള്ള കാര്യകാരണങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നാം ഒരാളെക്കുറിച്ച് വിധി എഴുതാൻ എന്നുകൂടി ഇതുമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഇങ്ങനെ
മക്കളെക്കുറിച്ച് ബോധമില്ലാതെ ചിന്തിക്കാതെ എന്നാൽ അടിച്ചു പൊളിച്ച് മറ്റ് ഇങ്ങനെ പോകുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നതെങ്കിൽ അദ്ദേഹം 100% മറ്റെവിടെയെങ്കിലും ചിലവിന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ്. 100%. മറിച്ച് ഇവിടെ നമുക്ക് ചെലവിന് തരുന്നുണ്ട്, നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, നമ്മൾക്ക് കുറ്റവും കുറവുകളെല്ലാം പരിഹരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മറ്റൊരിടത്ത് ചെലവിന് കൊടുക്കുന്നെങ്കിൽ പോലും ഇവിടെ പരാതിയില്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ മുടങ്ങുന്നില്ല. ഇവിടെ പട്ടിണി കിട്ടത് കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വന്നത്. അപ്പോൾ 100% നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരിടത്ത് അദ്ദേഹം ചെലവിന് കൊടുക്കുന്നു. ഇങ്ങനെ 100 കണക്കിന് കുടുംബങ്ങളുടെ വിഷമങ്ങൾ നമ്മൾ ദൈനംദിനം കേൾക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതുപോലുള്ള വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് നോക്കിയിട്ട് ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ, അതുപോലെ ഭർത്താവിൻ്റെ വഴിവിട്ട മറ്റു വിഷയങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിന് ഓതാനും പറയാനും ചൊല്ലാനും ഒക്കെയുള്ള നേർച്ചകളും ദിക്റുകളും ഖുർആനുകളും സ്വലാത്തുകളും അതുപോലെ എഴുതിയ കളങ്ങളും തകടുകളും ഒക്കെ ഇൻഷാ അല്ലാഹ് തരാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.